തൃശൂർ പുതുക്കാട് വെള്ളിക്കുളങ്ങരയിൽ നവജാത ശിശുക്കളെ കുഴിച്ചുമൂടിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കർമ്മം ചെയ്യണമെന്ന് ആൺസുഹൃത്ത് ഭവിൻ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് അസ്ഥി കൈമാറിയത് എന്ന് യുവതി പോലീസിനോട് പറഞ്ഞു. അനീഷ ഒഴിവാക്കിയാൽ അസ്ഥി കാണിച്ച് കുടുംബത്തെ ഭീഷണിപ്പെടുത്താം എന്ന് കരുതിയാണ് അസ്ഥി സൂക്ഷിച്ചത് എന്ന് പ്രതി ഭവിൻ പോലീസിനോട് വെളിപ്പെടുത്തി. ആദ്യത്തെ കുട്ടി ജനിച്ചപ്പോൾ തന്നെ മരിച്ചെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട്. രണ്ടാമത്തെ കുട്ടിയുടേത് കൊലപാതകമെന്ന് സംശയിക്കുന്നതായി തൃശൂർ റൂറൽ SP പറഞ്ഞു. 2 കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട്. ജനിച്ച് ദിവസങ്ങൾക്കകം 2 കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട്. ശ്രദ്ധിച്ചില്ല, 2 ആൺകുട്ടികളാണ്. 2 പിഞ്ചു കുട്ടികൾ മരണപ്പെട്ടു. ഇവർ 2 പേരുടെയും കുട്ടിയാണ്, അതിന് തർക്കമൊന്നുമില്ല. 2 കുട്ടികളുടെ അസ്ഥികളുടെ ഭാഗമാണെന്ന് ഞങ്ങൾക്ക് പ്രാഥമികമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇനി അത് ശാസ്ത്രീയ പരിശോധന നടത്തണം, FSL വേണം. ഇവരുടേതാണെന്നറിയാൻ DNA ഉൾപ്പെടെയുള്ള പരിശോധനകളും ടെസ്റ്റുകളും നടത്തണം. വിഷ്ണു സുരേഷ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ പുതുക്കാട് നിന്ന്. വിഷ്ണു, ഈ യുവാവ് പോലീസ് സ്റ്റേഷനിലെത്തി ഈ കാര്യങ്ങൾ അറിയിക്കുമ്പോഴാണല്ലോ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടുണ്ട് പോലീസിന്, വിഷ്ണു? ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കേസുമായി ബന്ധപ്പെട്ട് ഏറെക്കുറെ വ്യക്തത പോലീസിന് വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് ആമ്പല്ലൂർ സ്വദേശി ഭവിൻ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. മദ്യപിച്ചാണ് എത്തിയത്. മദ്യപിച്ചെത്തി ഭവിൻ പോലീസിനോട് പറഞ്ഞത് ഇത് 2 കുഞ്ഞുങ്ങളുടെ അസ്ഥിയാണ്, എനിക്കും ഈ വെള്ളികുളങ്ങര സ്വദേശി അനീഷയ്ക്കും ഉണ്ടായ കുട്ടികളാണ്. ഇവർ ആ ഘട്ടത്തിൽ തന്നെ ജനിച്ച ഘട്ടത്തിൽ തന്നെ മരിച്ചുപോയി, ഇവരെ ഞങ്ങൾ കുഴിച്ചിട്ടു എന്നൊരു വെളിപ്പെടുത്തലാണ് ഭവിൻ ഈ പോലീസിന് മുൻപാകെ നടത്തിയത്. പോലീസിന് ആദ്യഘട്ടത്തിൽ വലിയ സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ മദ്യലഹരിയിൽ പറയുന്നതാണെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. പക്ഷേ പിന്നീട് വിശദമായി പരിശോധിച്ചപ്പോഴാണ് ഇത് അസ്ഥിയാണ് എന്ന് പോലീസിന് മനസ്സിലായത്. അങ്ങനെ ഭവിനെ ഇരുത്തി ചോദ്യം ചെയ്തു. അങ്ങനെയാണ് വെള്ളികുളങ്ങര സ്വദേശി അനീഷയുടെ പേര് ഭവിൻ പറയുകയും അനീഷയെ പോലീസ് അപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ഈ സ്റ്റേഷനിലേക്ക് എത്തിച്ച് ചോദ്യം ചെയ്യുകയും ചെയ്തത്. 2 പേരെയും വിശദമായി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ സംഭവങ്ങളുടെ ഒരു ചുരുളഴിയുന്നത്. 2020 മുതലാണ് അനീഷും ഭവിനും തമ്മിൽ ബന്ധം ആരംഭിക്കുന്നത്. ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടതാണ്. പിന്നീട് ഇവർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും 2021 അനീഷയുടെ വീട്ടിൽ വെച്ച് അനീഷ പ്രസവിക്കുകയും ചെയ്തു. പക്ഷേ ഈ ഗർഭവിവരം മറ്റാർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ കുട്ടിയെ പ്രസവിച്ച ഘട്ടത്തിൽ കുട്ടി മരിച്ചു. അവിടെ വെച്ച് തന്നെ കുട്ടിയെ മൃതദേഹം അനീഷ വീടിന് തൊട്ടരികത്തുള്ള ഒരു പറമ്പിൽ കുഴിച്ചിടുകയായിരുന്നു. പക്ഷേ അനീഷയ്ക്ക് ചില സംശയങ്ങളുണ്ടായി. താൻ ഗർഭിണിയായ വിവരങ്ങളൊക്കെ അയൽവക്കക്കാർക്കോ അറിയാമെന്നൊരു സംശയമുണ്ടായിരുന്നു. ഒപ്പം ഇവർ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ മണ്ണ് കുഴിച്ച് ഈ കുഞ്ഞിനെ പുറത്തെടുക്കാമെന്നൊരു സംശയമുണ്ട്. ഈ വിവരം ഭവിനോട് പറഞ്ഞപ്പോൾ ഭവിൻ പറഞ്ഞത് കർമ്മം ചെയ്യാൻ കുട്ടിയുടെ അസ്ഥി വേണം, അതുകൊണ്ട് ആ അസ്ഥി എനിക്ക് നൽകൂ എന്ന് പറഞ്ഞ പശ്ചാത്തലത്തിലാണ് അനീഷ ഈ കുഞ്ഞിന്റെ അസ്ഥി ആ കുഴിയിൽ നിന്ന് എടുത്ത് ഭവിനെ ഏൽപ്പിച്ചത്. രണ്ടാമത്തെ കുഞ്ഞ് ജനിക്കുന്നത് 2024 പക്ഷേ ആ കുഞ്ഞ് ജനിക്കുന്ന ഘട്ടത്തിൽ കുഞ്ഞിന് ജീവനുണ്ടായിരുന്നു. കുഞ്ഞ് കരഞ്ഞ പശ്ചാത്തലത്തിലാണ് അനീഷ കുഞ്ഞിന്റെ വായ മൂടി പിടിക്കുകയും കുഞ്ഞ് മരിച്ചത് എന്നാണ് പോലീസിന്റെ ഒരു വിലയിരുത്തൽ. അപ്പോൾ രണ്ടാമത്തെ സംഭവം ഒരു കൊലപാതകമായി പോലീസ് വിലയിരുത്തുന്നുണ്ട്. ആ വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. കുഞ്ഞ് കൊല്ലപ്പെട്ടതിന് പിന്നാലെ അടുത്ത ദിവസം ഭവിനെ കൊണ്ടെന്ന് ഈ കുഞ്ഞിനെ ഏൽപ്പിക്കുകയായിരുന്നു. ഭവിൻ തന്റെ വീടിനടുത്തുള്ള ഒരു പ്രദേശത്ത് ഈ കുഞ്ഞിനെ കുഴിച്ചിടുകയും ആ അസ്ഥി സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു. ഈ അസ്ഥി സൂക്ഷിച്ചു വെക്കാൻ എന്താണ് കാരണമെന്ന് പോലീസ് ഇരുവരോടും ചോദിച്ചു. അതിൽ 2 പേരും 2 വ്യത്യസ്തമായ മറുപടികളാണ് പോലീസിന് നൽകിയത്. അതിൽ അനീഷ നൽകിയത് ഭവിന്റെ നിർദ്ദേശപ്രകാരം താൻ ഈ അസ്ഥി കൈമാറി ഭവിൻ കർമ്മം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ഒപ്പം തനിക്ക് ചില സംശയങ്ങൾ, നാട്ടുകാർ പിടികൂടിയാൽ ചില സംശയങ്ങൾ ഉണ്ട്, അതുകൊണ്ട് അവിടെ നിന്ന് മാറ്റി എന്നുള്ളതാണ് അനീഷ നൽകിയിരിക്കുന്ന മൊഴി. പക്ഷേ ഭവിൻ നൽകിയ മൊഴി മറ്റൊന്നാണ്. ഏതെങ്കിലും ഘട്ടത്തിൽ അനീഷ തന്നെ ഒഴിവാക്കുകയാണെങ്കിൽ ഈ അസ്ഥി കാണിച്ച് അവരുടെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തി ഈ ബന്ധം തുടരാം എന്നൊരു പ്രതീക്ഷയിലാണ് ഈ അസ്ഥി സൂക്ഷിച്ചു വെച്ചതെന്നാണ് ഭവിൻ പോലീസിന് നൽകിയ മൊഴി. ഒപ്പം തനിക്ക് ചില ഭയപ്പാടുകളൊക്കെ ഉണ്ടായി. അങ്ങനെ ആ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇന്നലെ ഈ വിവരം പോലീസ് സ്റ്റേഷനിലെത്തി പറയാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ അർദ്ധരാത്രി പൂർണ്ണമായും ഭവിൻ മദ്യപിച്ചിരുന്നു. മദ്യപിച്ച ഘട്ടത്തിൽ അനീഷയെ മൊബൈൽ ഫോണിൽ വിളിച്ചു. പക്ഷേ അനീഷയുടെ ഫോൺ തുടർച്ചയായി എൻഗേജ്ഡ് ആയിരുന്നു. അപ്പോൾ അനീഷയ്ക്ക് മറ്റാരൊക്കെയോ ആയി ബന്ധമുണ്ട് എന്നൊരു സംശയം ഇയാൾക്ക് ഈ മദ്യലഹരിയിൽ ഉടലെടുക്കുകയും അങ്ങനെ ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അനീഷ ചതിച്ചു എന്ന പശ്ചാത്തലത്തിലാണ് ഈ വിവരം പോലീസിനെ അറിയിക്കാമെന്ന് ഭവിൻ തീരുമാനിച്ചത്. ഈ കാണുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി ഈ വിവരങ്ങൾ പറയുകയും ചെയ്തത്. ഇതിന്റെ പരമാവധി തെളിവുകളൊക്കെ സമാഹരിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. 2021 2024 ഈ മരണങ്ങൾ സംഭവിച്ചത്. അതുകൊണ്ട് ശാസ്ത്രീയ തെളിവുകൾ മാത്രമാണ് പോലീസിന് മുൻപിൽ തെളിവുകൾ സമാഹരിക്കാനുള്ള ഏക വഴി. അതുമായി ബന്ധപ്പെട്ട് ഫോറൻസിക് വിദഗ്ധരും അതോടൊപ്പം പോലീസ് സർജനും ഒക്കെ ഇവിടെ
എത്തിയ അസ്ഥികൾ പരിശോധിച്ച് അത് കുഞ്ഞുങ്ങളുടേതാണ് എന്ന് പ്രാഥമികമായി വിലയിരുത്തിയിട്ടുണ്ട്. അതിനൊരു വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ട്. ഈ രണ്ട് സംഭവ സ്ഥലത്തും, അതായത് വെള്ളിക്കുളങ്ങരയിലും ഈ പുതുക്കാട് ആമ്പല്ലൂർ പ്രദേശത്തും രണ്ടിടത്തും പോലീസ് പരിശോധന നടത്തുകയും ചെയ്യും. ചാലക്കുടി ഡിവൈഎസ്പി ബിജുകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിനാണ് ഈ കേസ് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷിക്കുക. ഈ ഏതെങ്കിലും തരത്തിൽ മറ്റാരുടെയെങ്കിലും സഹായം ഇവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അടുത്ത അന്വേഷണം നടക്കുന്നത്. സ്വാഭാവികമായും ഈ അസ്ഥിയൊക്കെ സൂക്ഷിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉപദേശമൊക്കെ ഇവർക്ക് ലഭിച്ചിട്ടുണ്ടോ, ഇവരാരോടെങ്കിലും പങ്കുവച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നുണ്ട്. ഒപ്പം ഈ രണ്ട് പ്രസവത്തിന് ശേഷവും ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടില്ല എന്നാണ് പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. പക്ഷേ അത് പോലീസ് ഇപ്പോൾ വിശ്വാസത്തിലെടുത്തിട്ടില്ല. ബന്ധുക്കളെ അടക്കം ചോദ്യം ചെയ്താൽ മാത്രമേ അങ്ങനെ ഒരു പൂർണ്ണ വിവരത്തിലേക്ക് പോലീസിന് എത്താനാകൂ. പോലീസ് പറയുന്നത് ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ബന്ധുക്കൾക്ക് അറിയാമായിരുന്നു. പക്ഷേ ഈ പ്രസവമായോ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ അനീഷയുടെ വീട്ടുകാർക്കോ ബബിന്റെ വീട്ടുകാർക്കോ അറിയില്ലായിരുന്നു എന്നാണ്. അതിലൊക്കെ വിശദമായ ഒരു അന്വേഷണം വേണം. ഒപ്പം ശാസ്ത്രീയ തെളിവിന്റെ സമാഹരണവും വേണം. ഇതിൽ ആദ്യത്തെ കേസ് ഒരു കുഞ്ഞിന്റെ മരണം സ്വാഭാവിക മരണമായി പോലീസ് വിലയിരുത്തുന്നുണ്ട്. പക്ഷേ രണ്ടാമത്തേത് ഒരു കൊലപാതകമായാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2 പേർ മാത്രമാണ് നിലവിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് പുതുക്കാട് പോലീസും അതോടൊപ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും. ഉന്മേഷ്, വിഷ്ണു, ഇപ്പോൾ ഈ യുവാവ് പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടാണല്ലോ ഇക്കാര്യങ്ങളൊക്കെ അറിയിക്കുന്നത്. ഈ യുവതിയെ ചോദ്യം ചെയ്യുന്നിടത്ത് നിന്ന് ഇനി പോലീസിന് അന്വേഷണം എവിടെ വരെ എത്തിക്കേണ്ടതുണ്ട്? ഇവരുടെ മൊഴി ഒരേ തരത്തിലുള്ളതാണോ അതോ അതിൽ എന്തെങ്കിലും വൈരുദ്ധ്യങ്ങളുണ്ടോ വിഷ്ണു? ഉന്മേഷ്, നിലവിൽ ഇവരുടെ മൊഴികളിൽ അങ്ങനെ വൈരുദ്ധ്യം കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. ഇവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഏറെക്കുറെ പോലീസ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചപ്പോൾ അത് ഏറെക്കുറെ ഫാക്ച്വൽ ആണെന്ന് പോലീസിന് ഒരു വിലയിരുത്തലുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ആദ്യത്തെ കുഞ്ഞിൻ്റെത് ഒരു സ്വാഭാവിക മരണമെന്നും രണ്ടാമത്തെ കുഞ്ഞിൻ്റെത് കൊലപാതകമെന്നും പോലീസ് എത്തിയത് ഇവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ്. ആ മൊഴി അവർ മാറ്റി പറഞ്ഞിട്ടുമില്ല ഇതുവരെ. അതുകൊണ്ട് അങ്ങനെ ഒരു വൈരുദ്ധ്യം പറയാൻ ഇതുവരെ പറ്റിയിട്ടില്ല. പക്ഷേ ഇവിടെ പോലീസിനൊരു കൺഫ്യൂഷൻ ഉള്ളത് ഈ അസ്ഥി കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട് രണ്ടുപേരും 2 തരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അപ്പോൾ പോലീസ് പറയുന്നത് അത് ഈ ബബിൻ ഇവരെ വിശ്വസിപ്പിച്ചത് അങ്ങനെയാണ്. അത് ഈ അനീഷ പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ തൻ്റെ പ്രസവത്തെക്കുറിച്ച് മറ്റ് നാട്ടുകാർക്ക് സംശയമുണ്ടായിരുന്നു. അവർ ഈ കുഴിച്ചിട്ട വിവരം ആരൊക്കെയോ കണ്ടു എന്നൊരു സംശയം തനിക്കുണ്ട്. അപ്പോൾ ഇവർ ഈ കുഴി മാന്തി കുഞ്ഞിനെ പുറത്തെടുത്താൽ അത് വലിയ പ്രശ്നമുണ്ടാകും. ആ കാര്യം താൻ ബബിനോട് പറഞ്ഞിരുന്നു. അപ്പോഴാണ് ബബിൻ വ്യക്തമാക്കിയത് ഈ കുഞ്ഞിൻ്റെ മൃതദേഹം കുഞ്ഞുങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ അത് ദൂഷ്യഫലം ഉണ്ടാക്കും. അങ്ങനെ ആ അസ്ഥികൾ കൊണ്ടുവരാൻ ബബിന്റെ നിർദ്ദേശപ്രകാരം അസ്ഥികൾ കൈമാറി എന്നുള്ളതാണ് അനീഷയുടെ മൊഴി. പക്ഷേ ബബിൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി മറ്റൊന്നാണ്. ഏതെങ്കിലും സമയത്ത് അനീഷ തന്നെ ചതിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കുടുംബക്കാർ ഈ വിവാഹത്തിനൊരു എതിർപ്പ് പ്രകടിപ്പിക്കുകയാണെങ്കിൽ അനീഷയുടെ കുടുംബത്തെ ഭീഷണിപ്പെടുത്താനും ബ്ലാക്ക്മെയിൽ ചെയ്യാനും ഒക്കെ ഈ അസ്ഥികൾ ഉപകരിക്കും എന്നൊരു വിവരം തനിക്ക് അല്ലെങ്കിൽ എന്നൊരു ബോധ്യം തനിക്കുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ അസ്ഥികൾ വാങ്ങി സൂക്ഷിച്ചു എന്നാണ്. ഇന്നലെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്താൻ കാരണമായതും സമാനമായ ഒരു സംശയത്തിന്റെ പുറത്താണ്. അനീഷയെ ഫോൺ വിളിക്കുന്നു. അനീഷ കുറേയേറെ നേരമായി ഫോൺ എൻഗേജിലാവുന്നു. അപ്പോൾ ഇയാൾ മദ്യലഹരിയിലാണ്. ഇയാൾക്ക് സംശയം വരുന്നു അനീഷ തന്നെ ചതിച്ചു, മറ്റാരുമായോ അവർക്ക് ബന്ധമുണ്ടെന്നൊരു സംശയം വരുന്നു. അങ്ങനെയാണ് ആ നിമിഷം തന്നെ മറ്റാരോടും സംസാരിക്കാതെ അനീഷ് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ സൂക്ഷിച്ചു വെച്ചിരുന്ന അസ്ഥിയുമായി ഇയാൾ ഇവിടെ എത്തി ആ വിവരങ്ങളൊക്കെ പോലീസിനോട് പറഞ്ഞത്. അങ്ങനെ 2 പേരെയും ഇരുത്തി ചോദ്യം ചെയ്തപ്പോഴാണ് ഇതിന്റെ ഒരു മൊത്തം ഒരു ചിത്രം പോലീസിന് ലഭിച്ചത്. അത് ഇപ്പോൾ ഏറെക്കുറെ പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടുണ്ട്. പക്ഷേ ആദ്യ കുട്ടിയുടെ സ്വാഭാവിക മരണമെന്ന അനീഷയുടെ വാദം, അതിൽ തുടരന്വേഷണം വേണം. അതിൽ ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലൊക്കെ അങ്ങനെ ഒരു കൺക്ലൂസീവ് ആയ ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്താനാകും. ഇപ്പോൾ പ്രാഥമികമായി പോലീസ് ആദ്യത്തേത് സ്വാഭാവിക മരണമെന്നും രണ്ടാമത്തേത് കൊലപാതകമെന്നുമാണ് വിലയിരുത്തുന്നത്. അതിൽ ആദ്യത്തെ മരണത്തിൽ അതിൽ കൂടുതലുമായ അന്വേഷണം നടത്തും. രണ്ടാമത്തേത് കൊലപാതകമെന്ന് ഏറെക്കുറെ വിവരം ലഭിച്ചിട്ടുണ്ട്, സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അതിൽ ശാസ്ത്രീയ തെളിവുകൾ കൂടി ആഡ് ചെയ്താൽ മാത്രമാണ് കുറ്റപത്രം അടക്കം നൽകുമ്പോൾ അതിലൊരു സ്ട്രോങ് എവിഡൻസ് പോലീസിന് സമാഹരിക്കേണ്ടത്. ആ നടപടിയിലേക്ക് പോലീസ് കടക്കുകയാണ്. പരമാവധി തെളിവുകളൊക്കെ അല്ലെങ്കിൽ ഒരു ഏറെക്കുറെ ചിത്രങ്ങൾ ഈ ക്രൈമുമായി ബന്ധപ്പെട്ട് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഉന്മേഷ, ശരി വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.